ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ ഡ്രോയിംഗ് ടൂൾസിനെ പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ നമുക്ക് ഡ്രോയിങ് എന്ന് നെയിം ചെയ്യാം. ഇവിടെ നിന്നും ഫോട്ടോ എന്ന പ്രീസെറ്റ് സെലക്ട് ചെയ്യാം. അതിന്റെ സൈസ് ഇവിടെ നിന്നും നമുക്ക് 8x10 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 8x10 സൈസിൽ ഡ്രോയിങ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രിഡ് ആക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കത് കീബോർഡിൽ Ctrl+H എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രോയിംഗ് ടൂൾസിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഏറ്റവും കൃത്യതയോടെ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഡ്രോയിംഗ് ടൂളാണ് പെൻ ടൂൾ. പെൻ ടൂൾ നമുക്ക് ടൂൾ ബോക്സിൽ പെൻ ടൂൾ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് പെൻ ടൂളിന്റെ താഴെയുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പലതരത്തിലുള്ള പെൻ ടൂളുകൾ കാണാവുന്നതാണ്. ഇവിടെ ഫ്രീ ഫോം പെൻ ടൂൾ, ആഡ് ആങ്കർ പോയിന്റ് ടൂൾ, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ. ഇവിടെ പെൻ ടൂളിന് താഴെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പെൻ ടൂളുകൾ കാണാവുന്നതാണ്. ഒന്ന് സാധാരണ പെൻ ടൂളും പിന്നൊന്ന് ഫ്രീ ഫോം പെൻ ടൂളും. നമുക്ക് ആദ്യം സാധാരണ ഈ പെൻ ടൂളിനെ പരിചയപ്പെടാം. പെൻ ടൂൾ നമുക്ക് പെൻ ടൂൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. മറ്റ് ഡ്രോയിംഗ് ടൂളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പെൻ ടൂൾ ഉപയോഗിച്ച് നാം വരയ്ക്കുന്നത്. നമുക്ക് വരച്ചു തുടങ്ങേണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദ്യം പെൻ ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് വരയുടെ ഡയറക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ നോഡിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയും അതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു കോർണർ പോയിന്റ് ആണ് വേണ്ടതെങ്കിൽ അവിടെ നിന്നും നമുക്ക് ഡ്രാഗ് ചെയ്ത് സ്മൂത്ത് ആക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നും ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സ്മൂത്ത് ആക്കിയ ശേഷം വീണ്ടും അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വര ക്ലോസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് വളരെ കൃത്യമായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമുക്ക് ഇനി അടുത്ത പെൻ ടൂളിനെ പരിചയപ്പെടാം. ഇത് ഫ്രീ ഫോം പെൻ ടൂൾ എന്ന ടൂളാണ്. നാം ആദ്യം കണ്ട പെൻ ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂളാണ് ഫ്രീ ഫോം പെൻ ടൂൾ. നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഫ്രീ ഫോം പെൻ ടൂൾ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം മുമ്പ് വരച്ച പെൻ ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നാം ഒരു പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ പേന കൊണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ വരച്ചു തുടങ്ങേണ്ട പോയിന്റിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫ്രീ ഫോം പെൻ ടൂൾ കൊണ്ട് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ആദ്യം വരച്ച പെൻ ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അല്പം കൂടി ഹാർഡായിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഫ്രീ ഫോം പെൻ ടൂളിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമുക്ക് പെൻ ടൂള് ആക്റ്റീവ് ആക്കിയ ശേഷം അതിന്റെ കൺട്രോൾ പാനലിൽ നിന്നും നമുക്ക് ഫ്രീ ഫോം പെൻ ടൂളും സാധാരണ പെൻ ടൂളും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ സാധാരണ പെൻ ടൂളും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ഫോം പെൻ ടൂളും ആക്റ്റീവ് ആകുന്നതാണ്. പെൻ ടൂൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ലൈനിനെ ഫോട്ടോഷോപ്പിൽ പാത്ത് എന്നാണ് പറയുന്നത്. ഈ പാത്തിനെ സെലക്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നമുക്കിനി പഠിക്കാം. പാത്തിനെ സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഇവിടെ പെൻ ടൂളിന് താഴെയായിട്ട് പാത്ത് സെലക്ഷൻ ടൂൾ എന്നൊരു ടൂള് കാണുവാൻ സാധിക്കും. ഈ ടൂൾ ഉപയോഗിച്ചാണ് പാത്തിനെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക്
ആദ്യം വരച്ച ഈ പാത്തിനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് പാത്ത് സെലക്ഷൻ ടൂൾ എന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം പാത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പാത്ത് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം അതേ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെയുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്ക് പാത്തിന്റെ പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അതിനോടൊപ്പമുള്ള ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം പാത്തിന്റെ പോയിന്റ്സ് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ഈ ആങ്കർ പോയിന്റിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിന്റെ ഡയറക്ഷനും മറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് പാത്തിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് പെൻ ടൂളിനൊപ്പമുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂൾ, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ, കൺവേർട്ട് പോയിന്റ് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് പാത്തിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക. ഈ പാത്തിലുള്ള ഓരോ പോയിന്റിനെയും ആങ്കർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഈ ആങ്കർ പോയിന്റ് ഉപയോഗിച്ചാണ് ഓരോ പാത്തും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാത്തിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആങ്കർ പോയിന്റ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പെൻ ടൂളിനൊപ്പമുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പാത്തിൽ കൂടുതൽ ആങ്കർ പോയിന്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് പെൻ ടൂളിനൊപ്പമുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം പാത്തിൽ നമുക്ക് ആങ്കർ പോയിന്റ് ആഡ് ചെയ്യേണ്ട പൊസിഷനിൽ കർസർ എന്റർ ചെയ്ത ശേഷം അപ്പോൾ നമ്മുടെ കർസറിൽ പെൻ ടൂളിനൊപ്പം ഒരു ക്രോസ് ഐക്കണും കൂടെ വരുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ ഡയറക്ഷൻ നോഡിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പാത്തിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പെൻ ടൂളിനൊപ്പമുള്ള ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇനി അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് പെൻ ടൂളിനൊപ്പമുള്ള ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ചെയ്യേണ്ട ആങ്കർ പോയിന്റിലേക്ക് കർസർ എന്റർ ചെയ്യുമ്പോൾ ഒരു മൈനസ് സിമ്പൽ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ ആ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക. ഇപ്പോൾ നാം ക്ലിക്ക് ചെയ്ത ആങ്കർ പോയിന്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യണോ ആ ആങ്കർ പോയിന്റിലേക്ക് കർസർ എന്റർ ചെയ്ത ശേഷം അതിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ആഡ് ആങ്കർ പോയിന്റ് ടൂൾ, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് പാത്തിൽ ആങ്കർ പോയിന്റുകൾ ആഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൺവേർട്ട് പോയിന്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ആങ്കർ പോയിന്റിന്റെ ഡയറക്ഷൻ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് കൺവേർട്ട് പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് ആങ്കർ പോയിന്റിന്റെ ഡയറക്ഷൻ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റ് ടൂളുകളെ പരിചയപ്പെടാം. അതിനെ ഷേപ്പ് ടൂളുകൾ എന്ന് പറയും. ഇവിടെ ടൂൾ ബോക്സിൽ നമുക്ക് പലതരത്തിലുള്ള ഷേപ്പ് ടൂളുകൾ കാണാവുന്നതാണ്. റെക്ടാംഗിൾ ടൂൾ, റൗണ്ടഡ് റെക്ടാംഗിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, ലൈൻ ടൂൾ, കസ്റ്റം ഷേപ്പ് ടൂൾ എന്നിവയാണവ. റെക്ടാംഗിൾ ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റിൽ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് റെക്ടാംഗിൾ ഷേപ്പിലുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ ആക്റ്റീവ് ചെയ്താൽ കൺട്രോൾ പാനലിൽ നിന്നും നമുക്ക് ഈ ഷേപ്പ് ടൂളുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഷേപ്പ് ടൂൾസിലെ എലിപ്സ് ടൂള് നമുക്ക് ഇവിടെ കൺട്രോൾ പാനലിലും കാണാവുന്നതാണ്. അതേപോലെ തന്നെ റൗണ്ടഡ് റെക്ടാംഗിൾ ടൂള്, പോളിഗൺ ടൂള്, ലൈൻ ടൂള് എന്നിവയെല്ലാം നമുക്ക് ഈ കൺട്രോൾ പാനലിൽ കാണാവുന്നതാണ്. റൗണ്ടഡ് റെക്ടാംഗിൾ ടൂള് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അത് ഉപയോഗിച്ച് റൗണ്ടഡ് റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ റെക്ടാംഗിളിന്റെ കോർണറിന്റെ റൗണ്ട്നെസ് നമുക്കിവിടെ റേഡിയസ് എന്ന ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് 10 പിക്സൽ ആണ്. നമുക്കത് 35 പിക്സൽ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു റൗണ്ടഡ് റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ കോർണർ കൂടുതൽ
റൗണ്ടഡ് ആയി കാണാവുന്നതാണ്. ഇവിടെ നാം 75 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ക്രിയേറ്റ് ചെയ്താൽ അതനുസരിച്ച് ഇതിന്റെ കോർണർ റൗണ്ട് ആയി കാണാവുന്നതാണ്. അതേപോലെ തന്നെ എലിപ്സ് ഷേപ്പ്, പോളിഗൺ ഷേപ്പ്, അതേപോലെ തന്നെ ലൈൻ ടൂള്, അതുകൂടാതെ കസ്റ്റം ഷേപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും വിവിധ ഷേപ്പുകൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പലതരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്നും ആവശ്യമുള്ള ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആ ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് ഷേപ്സിനെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും മറ്റും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ എലിപ്സ് ഷേപ്പ് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം ഈ രണ്ട് പാത്തും കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്ത് സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അടുത്ത പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺട്രോൾ പാനലിലുള്ള ആഡ് പാത്ത് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയ ശേഷം അതിന് റൈറ്റ് സൈഡിലുള്ള കമ്പൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാത്ത് കൂടെ ആഡ് ചെയ്യപ്പെട്ടതായി കാണാം. അതേപോലെ തന്നെ ഒരു പാത്തിൽ നിന്നും മറ്റൊരു പാത്തിന്റെ ഷേപ്പിൽ ഇത്രയും പോർഷൻ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഏത് പാത്തിൽ നിന്നാണോ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പാത്ത് കൊണ്ടാണോ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്സ്ട്രാക്ട് പാത്ത് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം കമ്പൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം രണ്ടാമത് സെലക്ട് ചെയ്ത ആ പാത്ത് ഉപയോഗിച്ച് ആദ്യം സെലക്ട് ചെയ്ത പാത്തിൽ നിന്നും കുറച്ച് ഭാഗം സബ്സ്ട്രാക്ട് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ ചെയ്യുന്നതിനായിട്ട് രണ്ട് പാത്തും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇന്റർസെക്ഷൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം കമ്പൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാത്തിന്റെയും ഇന്റർസെക്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പാത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പാത്തിനെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിന്റെ റൈറ്റ് സൈഡിലായിട്ട് പാത്ത് പാനൽ എന്നൊരു പാനൽ കാണാവുന്നതാണ്. പാത്ത് പാനൽ നമുക്ക് ഇതേ രീതിയിൽ പാത്ത്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിന്റെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. പാത്ത് പാനൽ ഇവിടെ വർക്ക് സ്പേസിൽ കണ്ടില്ല എങ്കിൽ നമുക്കത് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് പാത്ത്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പാത്ത് പാനൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ പാത്ത്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പാത്ത് പാനൽ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ പാത്ത് പാനൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ കസ്റ്റം ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് പുതിയൊരു പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് പാത്തും ഒരു വർക്ക് പാത്ത് ലെയറിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഓരോ പാത്തിനെയും പ്രത്യേകം ലെയറിൽ നമുക്കിവിടെ പാത്ത് പാനലിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് പാത്ത് പാനലിന്റെ താഴെയുള്ള ക്രിയേറ്റ് ന്യൂ പാത്ത് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പാത്ത് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയ പാത്ത് നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ വർക്ക് സ്പേസിൽ നമുക്ക് ഒന്നിലധികം പാത്തുകൾ ഓരോരോ ലെയറിലായിട്ട് നമുക്ക് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒന്നിലധികം പാത്ത് നമുക്ക് പല ലെയറിലായിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു പാത്തിനെ സെലക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന മെനുവിൽ മേക്ക് സെലക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ മേക്ക് സെലക്ഷൻ എന്ന പേരിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് റെൻഡറിംഗ് എന്ന ഓപ്ഷനിൽ സെലക്ഷന് ഫെദർ ആവശ്യമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓപ്പറേഷൻ ന്യൂ സെലക്ഷൻ
എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ പാത്ത് ഒരു സെലക്ഷനായി മാറിയിരിക്കുന്നതായി കാണാം. നമുക്ക് കീബോർഡിൽ കൺട്രോൾ ഡി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് ആ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് പാത്തിനെ സെലക്ഷൻ ആക്കുന്നതിനായിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം കീബോർഡിൽ കൺട്രോൾ എന്റർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്തും നമുക്ക് പാത്തിനെ സെലക്ഷൻ ആക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, കീബോർഡിൽ കൺട്രോൾ എന്റർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ പാത്തിനെ സെലക്ഷൻ ആക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്കൊരു ബിറ്റ്മാപ്പ് ഇമേജ് വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്യുന്നതിനും മറ്റും ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫോട്ടോഷോപ്പിലെ ഏറ്റവും കൃത്യമായിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് പെൻ ടൂള്. ഈ പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഒരു ബിറ്റ്മാപ്പ് ഇമേജില് പാത്ത് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ എന്റർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് അതിനെ ഒരു സെലക്ഷൻ ആക്കി മാറ്റി നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നാം മറ്റു ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച്, അതായത് ലാസോ ടൂൾ പോലുള്ള ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആ സെലക്ഷനെ നമുക്ക് പാത്ത് ആക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് പാത്ത് പാലറ്റിന് താഴെയുള്ള ക്രിയേറ്റ് വർക്ക് പാത്ത് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ പാത്ത് പാലറ്റിന് താഴെയുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സെലക്ഷൻ ഒരു വർക്ക് പാത്ത് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വർക്ക് പാത്തിനെ തിരിച്ച് സെലക്ഷൻ ആക്കുന്നതിനായിട്ട് ഇവിടെ പാത്ത് പാലറ്റിന് താഴെയുള്ള മേക്ക് സെലക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ വർക്ക് പാത്ത് സെലക്ഷനായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഏത് വർക്ക് പാത്തിനെയും നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ഷൻ ആക്കി മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുകൂടാതെ നമുക്ക് കസ്റ്റം ഷേപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇവിടെ വിവിധ ഷേപ്പുകൾ കാണാവുന്നതാണ്. അതുകൂടാതെ അതിന് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പുകൾ ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആനിമൽസ്, ആരോസ്, ബാനേഴ്സ് ആൻഡ് അവാർഡ്സ്, ഫ്രെയിംസ്, മ്യൂസിക്, നേച്ചർ, ഒബ്ജക്ട്സ്, ഓർണമെന്റ്സ്, ഷേപ്സ്, സിമ്പിൾ, ടാഗ് ബബിൾസ്, ടൈൽസ്, വെബ് എന്നിങ്ങനെ വിവിധ ഷേപ്പുകൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആനിമൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്താൽ ഇവിടെ റീപ്ലേസ് കറന്റ് ഷേപ്സ് വിത്ത് ദ ഷേപ്പ് ഫ്രം ആനിമൽസ് എന്ന പേരിലൊരു വിൻഡോ വരും. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആനിമൽസിന്റെ ഷേപ്സ് വരുന്നതാണ്. നമുക്ക് അതിൽ നിന്നും ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് സ്വന്തമായി ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യുക. അതുപയോഗിച്ച് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ഷേപ്പിനെ ഒരു പാത്തായിട്ട് ഇവിടെയുള്ള കസ്റ്റം ഷേപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിന് ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിലുള്ള ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഷേപ്പ് നെയിം എന്ന പേരിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഷേപ്പിന്റെ നെയിം ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഹെഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഹെഡ് എന്ന പേരിലൊരു ഷേപ്പ് നമ്മുടെ കസ്റ്റം ഷേപ്പ് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് കസ്റ്റം ഷേപ്പ് വിൻഡോ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഷേപ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഹെഡ് എന്ന ഷേപ്പ് കാണാവുന്നതാണ്. നമുക്കത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്ത ശേഷം ഇതേ രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ പാത്ത് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിനെ സെലക്ഷനായി കൺവേർട്ട് ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.